പച്ച നിറത്തിലുള്ള വെൽവെറ്റിൻ്റെ പരവതാനി വിരിച്ച പോലെയാണ് ഇപ്പോൾ മസായിമാരെ കാണാൻ കഴിയുന്നത്. സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ടെങ്കിൽ കൂടി തന്നെ ഒട്ടും തന്നെ ചൂട് അനുഭവപ്പെടുന്നില്ല. ഇന്നലെ വരെ ഇവിടെ നല്ല മഴയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തോ ഇന്ന് ഒട്ടും തന്നെ മഴയില്ല, നല്ല കാലാവസ്ഥയുമാണ്. ധാരാളം മൃഗങ്ങൾ ചുറ്റും നിന്ന് പുല്ല് മേയുന്ന കാഴ്ച കാണാം. അങ്ങറ്റം വരെയും ഈ കാഴ്ച തന്നെയാണ്. വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിക്ക് കണ്ട മൃഗങ്ങളെ തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഒരു കൂട്ടം വൈൽഡ് ബീസ്റ്റിനെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ വാഹനം നിർത്തി കുറച്ച് വീഡിയോയും ഫോട്ടോയും എടുക്കുന്ന തിരക്കിലാണ് ഞങ്ങളെല്ലാവരും. വിൽഡ് ബീസ്റ്റിന് ഗ്നു എന്നൊരു പേരും കൂടിയുണ്ട്. ഇവ ആഫ്രിക്കയിലാണ് അധികമായി കാണപ്പെടുന്നത്. ആൻറ്റിലോപ്പ് കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവ. കന്നുകാലികളോടും അതുപോലെ തന്നെ കുതിരയോടും മാനിനോടുമൊക്കെ രൂപസാദൃശ്യമുള്ള ഒരു മൃഗമാണ് ഇത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കരമാർഗത്തിലൂടെയുള്ള ദേശാടനത്തിന് പേരുകേട്ട മൃഗമാണ് നമ്മുടെ ഗ്നു. ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഒട്ടും തന്നെ വംശനാശ ഭീഷണിയില്ലാത്ത മൃഗമാണ് ഇവ. ഇവയെ കൂടാതെ അതിന് സമീപത്തായി ധാരാളം ജിറാഫുകളും മേഞ്ഞു നടക്കുന്നത് നമുക്ക് കാണാം. കുറച്ച് അകലെയായി സീബ്രകളെയും അതുപോലെ തന്നെ ഇലകൾ തിന്നുന്ന ജിറാഫിനെയും എല്ലാം നമുക്ക് കാണാം. അല്പസമയം കൂടി അവിടെ ചിലവഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു വലിയ ജിറാഫ് ഏകദേശം ഞങ്ങൾക്കടുത്ത് തന്നെയായി നിൽക്കുന്നുണ്ട്. എന്നെ ഫോട്ടോ എടുത്തോളൂ എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു അവൻ്റെ നിൽപ്പ്. അവിടെ നിന്ന് ഞങ്ങൾ അവനെ കുറച്ച് സ്റ്റിൽസും മറ്റും എടുത്തു. വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. പന്നിക്കുട്ടന്മാർ ധൃതിയിൽ പുല്ല് മേയുന്നത് കാണാം. അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളും. ഉഗാണ്ടയുടെ ദേശീയ പക്ഷിയായ ഗ്രേ ക്രൗണ്ട് ക്രെയിനാണ് ഇത്. തലയിൽ കിരീടം വച്ച ഒരു മനോഹരിയായ പക്ഷി. മസായിമാര ഗെയിം ഡ്രൈവിനിടയിലാണ് നമ്മുടെ ജിമിനിയെ കണ്ടത്. അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇതൊരു ചീറ്റയാണ്. വേട്ടയാടലും മറ്റും കഴിഞ്ഞ് ആൾ കിടന്ന് നല്ല മയക്കത്തിലാണ്. വണ്ടിയുടെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ ചെവിയൊക്കെ അലക്കുന്നുണ്ട്. അല്പനേരം കൂടി അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. പിന്നീട് ഞങ്ങൾ കണ്ടത് ഒരു കഴുകനെയാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഒരു കൂട്ടം കാട്ടുപോത്തുകളെയും കണ്ടു. അവ വിശ്രമിക്കുകയായിരുന്നു. വാഹനത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവയെല്ലാം റോഡരികിൽ നിന്നും എഴുന്നേറ്റ് ദൂരേക്ക് മാറിപ്പോയി. വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ. ചെമ്മൺപാത വിട്ട് ഇപ്പോൾ തനി ഓഫ് റോഡിലൂടെയാണ് നമ്മുടെ യാത്ര. ഇവിടെയുള്ള ഡ്രൈവേഴ്സിന് വയർലെസ്സിലൂടെയാണ് ഓരോ മെസ്സേജും ലഭിക്കുന്നത്. ആ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ യാത്ര. ഏതോ ഒരു മൃഗത്തെ കണ്ടു എന്നാണ് ഇവർ പറയുന്നത്. എല്ലാവരോടും വാഹനത്തിൽ പിടിച്ചിരിക്കാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ ഡ്രൈവറായ മോസസ് അതിവേഗത്തിൽ വാഹനം ഓടിക്കുന്നത്.